നമസ്കാരം. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഒന്നാം ട്രംപ് ഭരണകൂടത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യ സംശ്ര മനോഭാവത്തോടു കൂടിയാണ് ട്രംപ് 2.0നെ കാണുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഒരു ഗംഭീര രാഷ്ട്രവും നരേന്ദ്രമോദി ഒരു ഗംഭീര നേതാവുമാണ്. ചൈനയ്ക്കെതിരായി ഭാരതത്തെ ശക്തിപ്പെടുത്തണമെന്ന കാഴ്ചപ്പാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. ഭാരതവും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം, സുരക്ഷ, പ്രതിരോധം, സ്പേസ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം പുതിയ മാനങ്ങളിലേക്ക് വളർത്താൻ ഇരു രാഷ്ട്രങ്ങളും തയ്യാറെടുക്കുകയാണ്. ഇത് തന്നെയായിരുന്നു ട്രംപിന്റെ വിജയത്തെ തുടർന്ന് പ്രധാനമന്ത്രി മോദി നടത്തിയ ആശംസയുടെയും ഉള്ളടക്കം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ട പോലെ ട്രംപിന്റെ രണ്ടാം വരവിൽ പരിഭ്രമിച്ചുപോയ അനേകം ലോക രാജ്യങ്ങളുണ്ട്. ഭാരതം അതിൽ പെടുന്നില്ലെന്ന് മാത്രമല്ല, വിജയത്തിന് ശേഷം ട്രംപ് സംസാരിച്ച ആദ്യത്തെ 3 വ്യക്തികളിലൊരാൾ പ്രധാനമന്ത്രി മോദിയാണ്. അമേരിക്കയ്ക്ക് സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, താല്പര്യങ്ങൾ മാത്രമേയുള്ളൂ എന്ന ഹെൻറി കിൻഡറിന്റെ പ്രശസ്തമായ നിരീക്ഷണം എല്ലാ കാലത്തും പ്രസക്തമാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന ഡൊണാൾഡ് ട്രംപിന്റെ 2016 അമേരിക്ക ഫസ്റ്റ് വിദേശനത്തിന്റെ തുടർച്ച തന്നെയാകും ഓവൽ ഓഫീസിലേക്കുള്ള തന്നെ രണ്ടാം വരവിലും എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിൽ നിന്ന് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അതീതമായി മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യക്ക് നേരെ ഇറക്കുമതി തീരുവകൾ ട്രംപ് ചുമത്തുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യൻ ബിസിനസ് ലോകം. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഇന്ത്യയെ എങ്ങനെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കി അമേരിക്കൻ അക്കാഡമിക വിദഗ്ധനും കോളമിസ്റ്റുമായ വാൾട്ടർ മീഡ് രംഗത്ത് വന്നത്. ദില്ലിയിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് സംഘടിപ്പിക്കുന്ന ലീഡേഴ്സ് കമ്മിറ്റിയിലാണ് ട്രംപിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് മീഡ് തുറന്നു പറഞ്ഞത്. ചൈനയുമായുള്ള മത്സരം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായും ക്വാഡുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ പിന്തുണയ്ക്കുന്നത് ട്രംപ് തുടരുമെന്നാണ് മീഡ് തുറന്നു പറഞ്ഞത്. ബാർഡ് കോളേജിലെ ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പ്രൊഫസറും ദി വാൾ സ്ട്രീറ്റ് ജേർണലിലെ കോളമിസ്റ്റുമാണ് മീഡ്. അടുത്ത ട്രംപ് പ്രസിഡൻസിയിൽ വ്യാപാര ബന്ധങ്ങൾ ഒരു പ്രശ്നമാകും. എങ്കിലും ഇന്ത്യ US സാമ്പത്തിക ബന്ധത്തിൽ ഡിജിറ്റൽ വിഷയങ്ങളും സാങ്കേതിക വിദ്യയുമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. എന്നാൽ ട്രംപിന്റെ പരിഗണന സ്റ്റീൽ, കാറുകൾ തുടങ്ങിയ ഉൽപാദന മേഖലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തെ ട്രംപിന്റെ നയങ്ങൾ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം US വിദേശ നയത്തിലെ ഏറ്റവും കൂടുതൽ ഉഭയകക്ഷി യോജിപ്പുള്ള മേഖല ഇൻഡോ പസഫിക് നയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് ഇന്ത്യയും ചൈനയും. ട്രംപ് ക്വാഡിനെ പിന്തുണയ്ക്കണമെന്നാണ് താൻ വിശ്വസിക്കുന്നത്. ഇന്ത്യയെ സംരക്ഷിക്കാൻ രാജ്യം അമേരിക്കയോട് ആവശ്യപ്പെടുന്നില്ല. ഇന്ത്യ US-നോട് സൈനിക ഗ്യാരണ്ടിയും തേടുന്നില്ല. സ്വന്തം പ്രതിരോധത്തിന് സ്വന്തമായി പണം മുടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ട്രംപ് അന്വേഷിക്കുന്ന അസോസിയേറ്റ് ശക്തിയാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.